6 വർഷം മുമ്പ് പ്രണയത്തിന്റെ മാജിക്കുമായി വന്ന് പ്രേക്ഷകരെ കരയിപ്പിച്ചിട്ട് പോയ സംവിധായകനാണ് പ്രേംകുമാർ. റാമിന്റെയും ജാനുവിന്റെയും പ്രണയവും സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകളും ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട്. 6 വർഷത്തിന് ശേഷം ഫീൽ ഗുഡ് ഡ്രാമയുമായി പ്രേംകുമാർ വീണ്ടും വന്നിരിക്കുകയാണ്. തമിഴ് സംസ്കാരത്തിന്റെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ബന്ധങ്ങളുടെ കഥയാണ് ഇത്തവണ അദ്ദേഹം പറയുന്നത്. ജനിച്ചു വളർന്ന നാടിനോടും വീടിനോടും ഒരു രാത്രി കൊണ്ട് വിട പറയേണ്ടി വന്ന അരുൾമൊഴി 22 വർഷത്തിന് ശേഷം തന്റെ നാട്ടിലേക്ക് തിരികെ വരുന്നതാണ് സിനിമയുടെ കഥ. അരുൾമൊഴിയായി അരവിന്ദ് സ്വാമി ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പഴയ ഓർമ്മകൾ വേട്ടയാടുമോ എന്ന പേടിയിൽ ഇരുമനസ്സോടെ ഗ്രാമത്തിലേക്ക് എത്തുന്ന അരുൾമൊഴി മറന്നുപോയ തന്റെ സ്വത്വത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ് കഥ വികസിക്കുന്നത്. എന്തുകൊണ്ട് ചിത്രത്തിന് മെയ്യഴകൻ എന്ന് പേരിട്ടു എന്ന് ഏറ്റവും ഒടുവിലാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ ഗ്രാമത്തിലേക്ക് എത്തുന്ന അരുൾമൊഴി പതിയെ ഓർമ്മകളുമായി കണക്റ്റാകുന്ന രീതി വളരെ മനോഹരമായാണ് പ്രേംകുമാർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്നിക്കാൻ പറ്റാതെ പോയ ഒരു മനോഹര പ്രണയത്തെ ഒറ്റ ഷോട്ടിൽ പ്രേക്ഷകരിലേക്ക് സംവിധായകൻ എത്തിച്ച രീതി അതിമനോഹരമെന്നേ പറയാനാകും. തമിഴ് സിനിമയെ പലരും കളിയാക്കാൻ ഉപയോഗിക്കുന്ന പാസത്തെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകന്റെയും കണ്ണു നിറയുമെന്നത് ഉറപ്പാണ്. ഇമോഷണൽ സീനുകളും സ്വല്പം കോമഡിയുമായി പോകുന്ന ആദ്യ പകുതിയും ഫീൽ ഗുഡിന്റെ അങ്ങേയറ്റം കാണിച്ച രണ്ടാം പകുതിയും കൂടി ആകുമ്പോൾ ഈ വർഷത്തെ മികച്ച സിനിമകളുടെ പട്ടികയിൽ മെയ്യഴകനും ഇടം പിടിച്ചു. അരുൾമൊഴിയുടെ സ്വത്വത്തെ തിരിച്ചറിയിപ്പിക്കാനെത്തുന്ന കഥാപാത്രമാണ് കാർത്തിയുടേത്. കരിയർ ബെസ്റ്റ് പ്രകടനമാണ് കാർത്തി മെയ്യഴകനിൽ കാഴ്ചവെച്ചത്. ഇമോഷണൽ സീനുകളും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്ന വലിയ ടാസ്ക് കാർത്തി വളരെ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാർത്തി എന്ന നടന്റെ ഫിലിമോഗ്രഫിയിൽ മുൻപന്തിയിൽ തന്നെ മെയ്യഴകനെ ഉൾപ്പെടുത്താം. വെറും ഫീൽ ഗുഡ് കാഴ്ചകളിൽ മാത്രം ഒതുക്കാതെ തമിഴ് സംസ്കാരത്തെ കൃത്യമായി വരച്ചിടാൻ 3 മണിക്കൂറിനുള്ളിൽ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ചോളകാലത്തെ പോരാട്ടങ്ങളുടെ വീര്യം തമിഴ് ജനതയുടെ ഉള്ളിൽ ഇന്നുമുണ്ടെന്നും ശ്രീലങ്കയിലെ തമിഴ് പോരാട്ടത്തിൽ ജീവൻ വെടിഞ്ഞവരോടുള്ള ആദരവിനെ പറ്റി പറയുന്ന കാർത്തിയുടെ ഡയലോഗ് ഉള്ളിൽ തട്ടുന്നതായിരുന്നു. തമിഴ് ജനതയുടെ വികാരമായ ജല്ലിക്കെട്ടിനെ ചിത്രീകരിച്ച രീതി രോമാഞ്ചമുണർത്തുന്നതായിരുന്നു. ജല്ലിക്കെട്ട് നിരോധനത്തെ വിമർശിച്ച രീതിയും കയ്യടി അർഹിക്കുന്നതായിരുന്നു. ഗോവിന്ദ് വസന്ത് ഒരുക്കിയ സംഗീതം സിനിമയുടെ ആത്മാവായി മാറിയതുപോലെ തോന്നി. കഥ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗോവിന്ദ് വസന്തയുടെ സംഗീതം ഇഴുകിച്ചേർന്ന രീതി പ്രത്യേക കയ്യടി അർഹിക്കുന്നതാണ്. ജല്ലിക്കെട്ട് സീനിൽ കൊടുത്ത ബീജിയം മാസ സിനിമകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ക്ലൈമാക്സിനോടടുക്കുമ്പോൾ കമൽഹാസൻ പാടിയ പാട്ടുകൂടിയാകുമ്പോൾ സിനിമ അതിന്റെ പീക്കിലെത്തി. ചിത്രത്തിന്റെ ഒടുവിൽ താൻ ആരാണെന്നും കാർത്തിയുടെ കഥാപാത്രം ആരാണെന്നും അരുൾമൊഴി തിരിച്ചറിയുന്ന സീൻ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ സംവിധായകന് കഴിഞ്ഞു. അരുൾമൊഴിയുടെ ചെറുപ്പം അവതരിപ്പിച്ച ശരൺ ശക്തി, ഭുവനയെത്തിയ സ്വാതി കൊണ്ടെ എന്നിവർ വളരെ ചെറിയ സ്ക്രീൻ ടൈമിൽ പ്രേക്ഷകരുടെ ഉള്ളിൽ വിങ്ങലുണ്ടാക്കി. മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീദിവ്യ, ദേവദർശിനി, രാജ് കിരൺ, കരുണാകരൻ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മഹേന്ദ്രൻ ജയരാജുവിന്റെ ഛായാഗ്രഹണവും ഗോവിന്ദരാജിന്റെ എഡിറ്റിംഗും മികച്ചു നിന്നു. ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഒരു പിടി മികച്ച സിനിമകൾ സമ്മാനിച്ച തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന തമിഴ് മണമുള്ള ഗംഭീര ചിത്രമെന്ന് മെയ്യഴകനെ വിശേഷിപ്പിക്കാം. കണ്ടു കഴിയുമ്പോൾ ഈ മെയ്യഴകൻ മനം കവരുമെന്ന് ഉറപ്പാണ്.